നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയില്ല. പകരം ബി.ഡി.ജെ.എസ്. മത്സരിക്കും. എൻ.ഡി.എ സീറ്റ് ബി.ഡി.ജെ.എസിന് കൈമാറി. മുന്നണി തീരുമാനപ്രകാരമാണ് ബി.ജെ.പി. സ്ഥിരമായി മത്സരിച്ചിരുന്ന കുന്നംകുളം സീറ്റ് ഇത്തവണ ബി.ഡി.ജെ.എസിന് നൽകിയിട്ടുള്ളത്. ബി.ഡി.ജെ.എസ്. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും പെരുമ്പിലാവ് സ്വദേശിയുമായ കെ.ആർ. റെജിൽ കുന്നംകുളത്ത് സ്ഥാനാർത്ഥിയാകും. ബി.ജെ.പിക്ക് നല്ല വേരോട്ടമുള്ള കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ അണികളുടെയും നേതൃത്വത്തിന്റെയും എതിർപ്പ് മറികടന്നാണ് സീറ്റ് ഇവർക്ക് കൈമാറിയിട്ടുള്ളത് എന്നാണ് സൂചന. അതേസമയം യു.ഡി.എഫ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. പുന്നയൂർ പഞ്ചായത്തിൽ ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. ആധുനിക സജ്ജീകരണങ്ങളോടെ 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വാതക ശ്മശാനമാണ് പ്രവർത്തനരഹിതമായത്. ക്രിമിറ്റോറിയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികളുടെ തകരാറാണ് കാരണമെന്നാണ് പറയുന്നത്. ശ്മശാനം പ്രവർത്തിക്കാത്തതിനാൽ പ്രദേശവാസികൾ സംസ്കാരത്തിനായി കോട്ടപ്പടി ക്രിമിറ്റോറിയത്തെയാണ് ആശ്രയിക്കുന്നത്. പഞ്ചായത്തിന് സ്വന്തമായി വാതക ശ്മശാനം നിർമ്മിച്ചതോടെ ജനങ്ങളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. എന്നാൽ ഉപയോഗിക്കാൻ കഴിയാതായതോടെ പ്രദേശവാസികളും ബുദ്ധിമുട്ടിലായി. 2303 ചതുരശ്രടിയിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിൽ കെട്ടിടത്തിൽ വെയിറ്റിംഗ് റൂം, ഹാൾ, ഓഫീസ് റൂം, ഗ്യാസ് സ്റ്റോറേജ് റൂം, ടോയ്ലറ്റുകൾ, ഓപ്പൺ സിറ്റ്-ഔട്ട് എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 1 കോടി രൂപ പഞ്ചായത്ത് തനത് ഫണ്ടും 50 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും ചിലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി മുൻ ഭരണസമിതി നടത്തിയ ക്രമക്കേട് പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കണ്ടാണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത സംഗമം സൌഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും വേദിയായി മാറി. മതസൌഹാർദ്ദവും പരസ്പര ബഹുമാനവും സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ചടങ്ങിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.പി. ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ.എഫ്. ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് സി, ശരത് ടി.എസ്., പി.കെ. ഷാഹിദ്, പി.വി. ആമിനു, ആശാപ്രവർത്തകരായ റുക്കിയ, ഷാജിദ എന്നിവർ നേതൃത്വം നൽകി. ആദ്യമായാണ് ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാണക്കാട് ശിഹാബ് തങ്ങളുടെ 17ാം അനുസ്മരണ സമ്മേളനവും റംസാൻ റിലീഫ് വിതരണവും ബുധനാഴ്ച നടക്കും. ചിറക്കൽ അറഫ പാലസിൽ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന അനുസ്മരണ യോഗം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. റിലീഫ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജയശങ്കർ നിർവഹിക്കും. യോഗത്തിൽ ലീഗിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.